അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അൽ ബസീറായ അൽ ഖദീറുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് സുഹൃതങ്ങൾ ചെയ്യണമേ എന്ന് സുഹൃത്തുറന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ക്യൂലൈൻ ഓൺലൈൻ ഖുർആൻ അക്കാഡമിയുടെ തജ്വീദ് പഠന ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ് അവസാനത്തേക്ക് കടക്കുകയാണ്. ഇനി ഏതാനും ക്ലാസ്സുകൾ മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. എന്നിരുന്നാലും ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തജ്വീദ് ക്ലാസ്സുകളും നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത്തരത്തിൽ നമുക്കിനി ഈ ഒരു പാർട്ടിൽ പഠിക്കാനുള്ളത് അൽ അലിഫുസ്സിഫർ അൽ മുസ്തദീർന എന്തെന്ന് പറഞ്ഞാൽ, ചില അലിഫുകളുണ്ട്. ആ അലിഫുകൾ ചില സന്ദർഭങ്ങളിൽ നീട്ടുകയില്ല. നിങ്ങളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഖുർആനിൽ നിങ്ങൾ ചില ഇടങ്ങളിലൊക്കെ ചില അലിഫിന്റെ മുകളിലായി ഒരു ദാഇറ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു റൗണ്ട്, ഒരു അലിഫിന്റെ മുകളിൽ ഒരു സുക്കൂൻ പോലെ അല്ലാത്ത, സുക്കൂൻ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെറിയൊരു മുകളിലോട്ട്, അതിന്റെ രൂപം തന്നെ ഏകദേശം ഈ ഒരു രൂപത്തിലൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ റൗണ്ട് അതിനെ നമ്മൾ സാധാരണ പറയുന്ന പേര്, അതിനെ അദ്ദാഇറത്തുൽ ഖാലിയ എന്നാണ് പറയുക. അദ്ദാഇറത്തുൽ ഖാലിയ, ഇതിന് പറയുന്നൊരു പേരുണ്ട്, ദാഇറത്തുൽ ഖാലിയ. എന്നാൽ ഈ ദാഇറ വന്നാൽ, ഈ ഒരു റൗണ്ട് അലിഫിന് മുകളിൽ വന്നാൽ, അത് അലിഫിന് മുകളിൽ മാത്രമല്ല എല്ലാ അക്ഷരത്തിനും മുന്നിൽ വരും. ഏതൊക്കെ അക്ഷരമാണ് നമുക്കറിയാം, സാധാരണ നീട്ടപ്പെടുന്ന വാവ്, മദ്ദക്ഷരങ്ങളായ ഇവയ്ക്ക് മുകളിൽ എന്ത് ചെയ്യും, ഇതുപോലെ ഈ ഒരു ദാഇറ ഖാലിയ വരും. അത് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നതാണ്. അത് നമുക്കറിയാം. ഉലായിക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ ഉലായിക്കയുടെ ഇട്ടിട്ട് വാവ് മദ് അവിടെ മുകളിൽ എന്തുണ്ടാവും, ഈ ഒരു ഇതുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം, നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതിന്റെ മുകളിൽ അത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് അവിടെ ഒരു വാവ്. പക്ഷെ ആ വാവ് നമ്മൾ ഊലായിക്ക എന്നല്ല വായിക്കാം, ഉലായിക്ക. അവിടെ നീട്ടാൻ പാടില്ല, അതിന്റെ നിയമം അതാണ്. അവ നീട്ടാൻ പാടില്ല, യാതിന്റെ മുന്നിൽ വരും. അങ്ങനെ പല സന്ദർഭങ്ങളിലായിട്ടും വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഖുർആനിൽ അങ്ങനെ ഈ ഇത്തരത്തിൽ അലിഫ് സിഫർ ഇതുപോലെയുള്ള സുക്കൂൻ, അതിന് മുകളിൽ ഒരു പൂജ്യം പോലെയുള്ള അലിഫ് വരുന്ന ചില ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങളെ നിങ്ങൾ ഖുർആനിൽ 7 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ പറയുന്ന പേരാണ് അൽ അൽഫാത്തു അൽ അലിഫാത്തു അസ്സബഇയ്യ. ഇങ്ങനെയാണ് ഇതിനെ പറയുന്ന പേര്, അൽ അലിഫാത്തു സബഇയ്യ. ഇതിനെ പറയാൻ 7 അലിഫുകൾ എന്നാണ് എന്താ പറയുക, 7 അലിഫുകൾ. 7 അലിഫുകളാണ്. ആ 7 അലിഫുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ആ അലിഫുകളാണ് നമുക്കിവിടെ നിന്ന് വിശദീകരിക്കാനുള്ളത്. ഖുർആനില് ഒരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. ഖുൽ ഇന്നമാ അന ബശറുൻ. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അന എന്നിട്ട് കൊടുത്തിട്ട് ഒരു അലിഫു സിഫർ കാണാം, മുകളിൽ സുക്കൂനുള്ള അന ബശറുൻ എന്നുള്ളതുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും അറിയേണ്ട അന ബശറുൻ ആണ്. പക്ഷെ ഇങ്ങനെ അലിഫിന്റെ മുകളിൽ ഒരു സിഫർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നീട്ടാൻ പാടില്ല അവയെ. അപ്പോൾ ഒന്നാമത്തെ അലിഫ് എന്ന് പറഞ്ഞാൽ അന ബഷറുൻ എന്ന് നമ്മൾ വായിക്കണം. അതുകൊണ്ടാണ് ഖുർആൻ ഹിഫ്ള് പഠിക്കുമ്പോൾ അതിനുമായി ബേസ് ചെയ്ത് അറിവുള്ള ഖുർആനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളായ ആളുകളുടെ ഖിറാഅത്ത് കേട്ട് പഠിക്കണം എന്നൊക്കെ പറയാൻ കാരണം, നമ്മളിവിടെ സാധാരണ ഈ സിഫർ നമുക്ക് കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മൾ അന ബഷറുൻ എന്ന് വായിക്കും. പക്ഷെ തെറ്റാണ്, അന ബഷറുൻ മിസ്ലുക്കും. അപ്പൊ അതുപോലെ തന്നെ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പാരായണം. ഒരു അലിഫാണ്. ഇനി അടുത്തൊരു അലിഫ് ലാകിന്ന എന്നുള്ളിടത്തുണ്ട്.
ലാക്കിന്ന ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇടയിൽ വരികയാണ്. ലാക്കിന്ന എന്നുള്ളതിന് സിഫറുണ്ട്. ഹുവ ഇങ്ങനെയുണ്ട്. ലാക്കിന്ന ഹുവ എന്ന രാഗത്തിൽ ഖുർആനിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ലാക്കിന്ന എന്നതിന്റെ മുകളിലും. അപ്പോൾ ഇതൊന്നും നിർത്താൻ പോണല്ല, ഇത് കഴിഞ്ഞ സെന്റൻസ് നീങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും നിർത്തുന്നില്ല. അതുകൊണ്ട് ഇത് നീട്ടാൻ പാടില്ല എന്നുള്ളതാണ്. നീട്ടാൻ വരുന്ന അലിഫുകളുണ്ട്. 7 അലിഫുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും ഒരു അലിഫ് ഇതാണ് അന ബഷർ എന്നുള്ളത്. രണ്ടാമത്തെ എന്നുള്ളത് ലാക്കിന്ന എന്നതിന്റെ മുകളിൽ വരുന്ന ഒരു സിഫർ കാണാം, അത് ഇടയിലാണ് വരുന്നത്. ഇനി അതേപോലെ തന്നെ ഇനി നീട്ടാൻ പോകുന്ന 3, 4, 5, 6, 7 ബാക്കിയുള്ള 5 അലിഫുകളും അലിഫു സിഫർ എന്ന് പറയുന്ന ബാക്കിയുള്ളവയെല്ലാം അത് അവസാനത്തിലാണ് വരുന്നത്. അത് ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെയാണ് ഖുർആനിൽ 3-ാമത്തെ ഒരു സ്ഥലത്ത് കാണാൻ സാധിക്കുന്നു. അവിടെ ഒരു 2 ഖദർ നീട്ടണം എന്നുള്ളതാണ്. കാരണം അത് നിർത്താൻ പോണേ അല്ലേ, ഇവിടെ വഖഫാൻ നിർത്താൻ. അവിടെ ഒരു സിഫർ അലിഫ് സിഫർ കാണാം. അത് കഴിഞ്ഞ് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2 ഖദർ നീട്ടണം. അപ്പോൾ 2 മാത്രമേ നീട്ടാൻ പാടില്ലാത്തുള്ളൂ. എന്താ കാരണം? അത് ഇടയിൽ വരുന്നതുകൊണ്ടാണ്. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. വളരെ സിമ്പിളായി. അനവശവും മിസ്ലുക്കും എന്ന് പറയുന്നിടത്തും ലാക്കിന്നഹു അല്ലാഹ് എന്ന് പറയുന്ന ആയത്തിലൊക്കെയും അതിന്റെ ആദ്യത്തിലും ഇടയിലൊക്കെയാണ് വരുന്നത്. അവ എന്ത് ചെയ്യണം? നീട്ടാൻ പാടില്ല. അത് അങ്ങനെ തന്നെ അലിഫ് അന എന്ന രീതിയിൽ വായിച്ചു പോവുക. അന എന്ന് നീട്ടാതെ പാരായണം ചെയ്യാൻ പാടില്ല. ഇനി അവസാനത്തിലേക്ക് വരുന്ന ഭാഗത്താണെങ്കിൽ 2 ഖദർ നീട്ടുക എന്നുള്ളതാണ്. കാരണം അത് നിർത്താൻ പോവുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു അലിഫാണ് അർ റസൂല എന്നുള്ള 4-ാമത്തെ ഒരു അലിഫ് നമുക്ക് കാണാൻ സാധിക്കും. അർ റസൂല ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ അലിഫ് സിഫർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെയും നമ്മൾ വഖഫാണ്, നിർത്താൻ പോവുകയാണ്. ഇനി 5-ാമത്തെ ഒരു ഭാഗം എന്നുള്ളത് നിങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. ഖവാരീറ അല്ലേ, അവിടെയും ഖവാരീറ, ഇവിടെയും അലിഫ് സിഫർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഉച്ചരിക്കപ്പെടാതെ പോകാൻ പാടില്ല. ഒരു 2 ഖദർ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. അപ്പോൾ 2 മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അത് നമ്മൾ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്. അന ബഷറുൻ എന്ന് പറയുന്നിടത്തും ലാക്കിന്ന എന്ന് പറയുന്നിടത്തും. ബാക്കിയുള്ള ഈ ഭാഗങ്ങളിലൊക്കെയും നിങ്ങൾ 2 ഖദർ എന്ത് ചെയ്യണം? നീട്ടണം എന്നുള്ളതാണ്. ഇനി അടുത്തത് 6-ാമത്തെ ഒരു ആയത്ത് എന്നുള്ളത് നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അസ്സബീല, അവിടെയും അലിഫ് സിഫർ വഖഫ് ചെയ്യപ്പെടുകയാണ്. അസ്സബീല. ഇനി 7-ാമത്തെ ഒരു അലിഫ് അസ്സബഇയ്യ, അലിഫാത്തു സബഇയ്യ എന്ന് പറയുന്നത് എടുത്ത് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ല സലാസില സലാസില വഅഗ്ലാൽ എന്നുള്ളതാണ്. അവിടെ മാത്രമാണ് അങ്ങനെ അലിഫ് സിഫർ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നേരത്തെ ഈ ഒരു നിയമത്തിലേക്ക് പോകാത്ത രീതിയിൽ പാരായണം ചെയ്യപ്പെടുന്ന ഭാഗം എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനെ കഴിഞ്ഞാൽ ആ ആയത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതെന്തുണ്ട്? ഇടയിലല്ല, അത് ഇടയിലാണ്, അത് അവസാനത്തിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു അലിഫുകളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അൽ അൽഫാത്തു സബഇയ്യ എന്ന് പറഞ്ഞാൽ അത് 7 എണ്ണമാണ്. ആ 7 എണ്ണം അന ബഷറുക്കും ലാക്കിന്നഹു അല്ലാഹ് ദുന്നൂന അവിടെ നീട്ടണം. അർ റസൂല എന്നുള്ളത് നീട്ടണം. അതേപോലെ തന്നെ അവിടെ ഞാൻ ഫത്താൻ കേസ് ഇട്ടിരുന്നില്ല, റസൂല എന്നുള്ളതിനെ അവിടെ ഹർക്കത്തിട്ട് നമ്മൾ ഒരു ഖദർ നീട്ടുക എന്നുള്ളതാണ്. ഖവാരീറ അസ്സബീല സലാസില, അങ്ങനെ ഒരു ഖദർ, അങ്ങനെ 2 ഖദറെങ്കിലും നമ്മൾ, ഒരു ഖദറല്ല 2 ഖദറെങ്കിലും നിയമം എന്ത് ചെയ്യുക, കാരണം മദ്ദായ രീതിയിലേക്ക് അത് പാരായണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല. ഇത് പാരായണ നിയമമാണ്. ആ അലിഫ് സിഫറായിട്ട് വരുന്ന അൽ മുസ്തദീറായിട്ട് വരുന്ന ആ അലിഫുകളെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആ അലിഫുകൾ ഇതാണ്.
അതിനെ മൊത്തത്തിൽ പറയുന്ന പേര് അൽ അലിഫാത്തു സബഇയ്യ, 7 അലിഫുകളാണെന്നുള്ളതാണ്. ആ അലിഫിന്റെ ഭാഗങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ സ്ഥലങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതുള്ളൂ. അവിടെ നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഇടയിൽ വരുന്നതാണ് ഇതിൽ സലാസില എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ആയത്തുകൾ എവിടെയൊക്കെ എന്നുള്ളത് കൃത്യമായി നിങ്ങൾ മുഅല്ലിമുകളും മുഅല്ലിമത്തുകളും നിങ്ങൾ പറയും. അത് ഒരു നോട്ട്സായിട്ട് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ വായിച്ച് പാരായണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുഅല്ലിമുകൾക്കും നിങ്ങളുടെ മുഅല്ലിമത്തുകൾക്കും നിങ്ങളത് പറഞ്ഞു കൊടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഖുർആൻ പാരായണം നടത്തുമ്പോൾ ഒരാളെ സഹായം മസ്റ്റായിട്ട് തന്നെ വേണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കോർഡിനേറ്റർ നിശ്ചയിച്ചിരിക്കുന്നത്. അത് കൃത്യമായി പാലിക്കുക. അവർ പറയുന്ന രീതിയിൽ, മുഅല്ലിമുകൾ പറയുന്ന രീതിയിൽ, മുഅല്ലിമത്തുകൾ പറയുന്ന രീതിയിൽ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. തെറ്റില്ലാതെ ഖുർആൻ പഠിക്കണം. ഒരിക്കലും അതിൻ്റെ ഹർഫുകൾ തെറ്റിച്ചുള്ള ഒരു പാരായണം ഒരിക്കലും തിൽമീദുകൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കൃത്യമായി അത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.